നഗരത്തിൻ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. രാജമഹേശ്വരനാം മിശിഹായണയുന്നു, കഴുതക്കുട്ടിയതാ വാഹനമാകുന്നു. തിരുവോരങ്ങളിൽ ചെയ്വിളികൾ മാറ്റൊലി തീർക്കുന്നു. വാനവരോടൊപ്പം പാടാമോശാന, വിധിയാനിതനായി നാഥന് സ്തുതി പാടാം. സ്വർഗമനോഹര നഗരത്തിൽ ചേർക്കുക ഞങ്ങളെയും. തോറും പട്ടുവിരിപ്പുകളും സൈറ്റിൻ കൊമ്പുകളും നിന്നെതിരേൽപ്പിനായി അന്നു വിരിച്ചതുപോൽ ഹൃദയം ഞങ്ങൾ വിരിച്ചില്ല. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ദിവസമായി ഓശാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ബഹുലപൂർവ്വമായി ഈശോ ജെറുസലേം വാരത്തിലേക്ക് പ്രവേശനത്തിൻ്റെ അനുസ്മരണമാണ് ഓശാന തിരുനാൾ എന്ന് നമുക്കറിയാം. ഈശോയോടൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച മരിയ ജനസഞ്ചയത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്കമുള്ള പങ്ക് ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചെന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. സർവേശ്വര സ്തുതിഗീതം. ഉന്നതമാം സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ബൗദ്ധത്തിന്റെ രാജാവായ മിശിഹായ വേദനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയായ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി എന്നെതിരേൽക്ക ജനങ്ങളെപ്പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാനുള്ള യോഗ്യരാക്കണമേ. എൻ്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാരത്തിലും ഒക്കെ ചേർന്ന് ഈ വിശകാലയങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗ്ഗത്തിൻ്റെ
ജനനിരയെല്ലാം ആഹ്ലാദം നിറയും മനമോടിതിലേറ്റു. ഭൂവാസികളെ വന്നിടുവിൻ, സ്തുതിഗീതങ്ങൾ പാടിടുവിൻ, കാലാലാപനനാദങ്ങൾ ഗഗനം മുഖരിതമാകട്ടെ. തിരുമുറ്റത്തേക്ക് അളയുക നാം നന്ദിയൊടങ്ങിയ വാഴ്ത്തിടുവാൻ. കരുണാമയനാം സകലേശൻ നിരൂപണമെന്നും വിശ്വസ്തൻ. താതനും അതുപോലാത്മജയും റൂഹായും സ്തുതി എന്നേക്കും ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമമോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സത്യമായവരെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നതും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നതുമാവുന്നു. ഞങ്ങൾ എപ്പോഴും സ്തുതിയും ആരാധനയെ സമർപ്പിക്കുവാൻ കിടക്കുന്നവരാകുന്നു. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർക്കനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല. അവൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തു പിടിക്കും. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാരണത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിന്റെ ശിരസിൽ
തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. രണ്ടാം വായന സക്രിയയുടെ പുസ്തകത്തിലുള്ള വായന. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രഭാവവാനും ജയശാലിയുമാണ്. അവൻ വിനയാതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടരക്കുതിരയും നിഷേധിക്കും. പടവില ഞാൻ ഓടിക്കും. അവൻ ജനങ്ങൾക്ക് സമാധാനം അരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികൾ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും സ്വതന്ത്രമാകും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ പാടിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ സുതനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. തന്മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ സുതനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, കാണുവണങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം, വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദൈവികമായ കൽപ്പനകളുടെ മധുരസരസ്സരിക്കണമേ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശരീരം ഉപകരിക്കുന്ന സ്നേഹവും സന്തോഷങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താളുകളെ സഹായിക്കണമേ. പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദിഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം
ഹല്ലേലൂയ പാടാമൊന്നായി ഹല്ലേലൂയ 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 പാടാമൊന്നായി ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മനോഹരം നിൻ തിരുനാമം കർത്താവേ ഭൂമിയിലെങ്ങും എന്റെ മഹത്വം വാഴിനു മീതെ കീർത്തിതമാണെന്നറിവു ഞങ്ങൾ നിന്നോട് ചിന്തയിലെത്താൻ മാത്രം എന്തൊരു മേന്മ മനുഷ്യനുള്ളൂ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടാമൊന്നായി ഹല്ലേലൂയ 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 പാടാമൊന്നായി ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശുദ്ധമത്തായി അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. അധ്യായം 21 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിൽ അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ട് തരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. സീയോൻപുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശു മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആട്ട് വിളിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. ആ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിയ വശമായി. ആരാണ് ഇവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസറത്തിലുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെയും വേശ്യകളും പ്രാഗുവിൽപ്പനക്കാരുടെയും ഇരിപ്പിടങ്ങളും അവൻ തട്ടി മറിച്ചിട്ടു. അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നതായി എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് ഘോഷിച്ച ദേവാലയത്തിൽ ആക്രമിക്കുന്ന വ്യക്തികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാർ നിയമിച്ചനും രോഷാകുലരായി. അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നത് എന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതികരിച്ചു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അതിരങ്ങളിൽ നീ സ്തുതിയൊരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബെഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. തുടർന്ന് കുരുത്തോലകൾ വിജയിക്കുകയെന്ന തിരുക്കർമ്മമാണ് നടത്തുവാനായിട്ട് പോകുന്നത്. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നതായ അങ്ങേക്കും
വിശുദ്ധനാകിയുടെ വിശുദ്ധനും ജീവദായകമായ ദൈവാത്മാവിന് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും രചനയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പാവനപാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീഥിയൊരുക്കുവിൻ, വിണ്ണലനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങളെങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. ഞങ്ങളുടെ നാഥനുഷനുമായ രാജാതിരാജനായ മിശിഹായേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവമായ നിന്റെ പ്രവേശനത്തിലെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്യം കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ ഏറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകളെ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ പ്രഭാവം കൊണ്ട് നിറയ്ക്കണമേ. അവസാനമാടിയുന്ന നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ ബൗദ്ധപൂർവമായി നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സുഖിയെ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം നിന്നെ ശ്രദ്ധിക്കുവാനും അർഹരാകട്ടെ. സകലത്തിൻ്റെയും നാഥനായ നീക്കും. ആമേൻ. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന, ദാവീദിൻ സുതനോശാന. ഓശാന, കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിപ്പുവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന. ഓശാന. തുടർന്ന് കുരുത്തോലകളുടെ വിതരണം നടക്കുകയാണ്. സാമൂഹ്യ അകലം പാലിക്കണം. കൃത്യമായി പാലിക്കാനായിട്ട് പറ്റിയില്ലായെങ്കിലും അത്യാവശ്യമാകുന്ന നിന്ന് കുരുത്തോകൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരും തിരക്കും തെക്കും തിരക്കും ഒന്നും ഉണ്ടാകേണ്ട കാര്യമല്ല. വന്നവരുടെ ലൈൻ കൊടുത്തു പോകുന്നു, തിരിച്ചു വന്ന് വീണ്ടും മറ്റു ലൈൻ കയറി നൽകുമ്പോൾ അവർക്ക് കുരുത്തോലകൾ നൽകും. കുരുത്തോലകൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരുത്തോലകൾ സ്വീകരിക്കുമ്പോൾ നൽകുന്ന കുരുത്തോലയെ ചുംബിച്ചുകൊണ്ടാണ് കുരുത്തോലകൾ സ്വീകരിക്കുകയും പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടതുപോലെ ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും അകന്നു പോകട്ടെ എന്നാണ് സഭ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുരുത്തോലകൾ വിചരിക്കുക. അതുകൊണ്ട് അതിന് അതിൻ്റേതായ പവിത്രതയുണ്ട്. കാര്യങ്ങളിൽ കൃത്യമായി ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിലത്തുനിന്നിടാതെ കുട്ടികളൊക്കെ നിലത്തുനിന്നിടാതെ കൊണ്ട് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. കുരുത്തോല തന്നെ ചെയ്യുന്നു. നമുക്ക് സ്വീകരിച്ച് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ.
Thank you.
ദാവീദിൻ സുതരോശാന ഓശാന വെണ്ണുരയലരിയലംബരമായി നീലിനിളംബരവീഥികളും കാനനവും കാഞ്ചനപൂവനവും നാഥന സൗരഭ്യം പകരുന്നു ഓശാന ഓശാന ദാവീദിൻ സുതരോശാന ദാവീദിൻ സുതരോശാന ഓശാന കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ വിണ്ണിലൂശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന ഓശാന പാലകരും ദീർഘകരും നാഥനു ജയഗാനം പാടുന്നു പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു നാഥനു ജയഗാനം പാടുന്നു ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന ഓശാന ജൈവിളിയാൽ ചില്ലകളുരരുന്നു പാദങ്ങളിൽ തോരണമിളകുന്നു ദൈവസുതൻ വിനയ വിരാജിതനായി അണയുന്നു നഗരകവാടത്തിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന വിട്ടലവും മോദനവും മംഗളഗീതിയിൽ മുഴങ്ങുന്നു വാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു നൂതന സന്തോഷം നുകരുന്നു ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന ഓശാന വെണ്ണുരയാടാടിയലംബരമായി നീലിനിളംബരവീഥികളും കാനനവും കാഞ്ചനപൂവനവും നാഥനു സൗരഭ്യം പകരുന്നു ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന ഓശാന കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ വിണ്ണിൻ പുവേദിയിലോശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ദർശന യാത്രയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുകയാണ്. ഓടിച്ചോളിന് റോഡിലേക്ക് ഇറങ്ങി കൽക്കുരിശ് ചുറ്റിയാണ് പ്രദർശനം പോവുക. ഏറ്റവും മുമ്പിൽ കൽക്കുരിശിന് പിന്നാലെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രദർശനം പങ്കുചേരാനായിട്ട്
പ്രവേശിക്കാം. ദേവാലയത്തിന് മുൻഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ ദേവാലയം ഒക്കെ തുറന്നാണ് ദേവാലയത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം കൂടി നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ പ്രദർശനത്തിൽ പങ്കുവച്ചേരാം. David
വാതികളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. കർത്താവായും ശക്തനുമായ കർത്താവ് തന്നെ, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ, ഓശാനയുടെ സന്ദേശം ഇപ്പോൾ നമുക്ക് നൽകുന്നതിനുള്ള സന്ദേശം. ഏറ്റവും സ്നേഹമുള്ള ഏകീകരിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യ മക്കളെ, പരിശുദ്ധമായ ഓർമ്മയുടെ മുൻപിലാണ് നമ്മൾ ഈ ബലിവേദിയിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത്. സിയോൻ പുത്രിയോട് പറയുക, നിന്റെ കർത്താവ് വിധിയാന്യതനായി ഇത് കഴുതക്കുട്ടിയുടെ പുറത്തേറി നിന്റെ അടുക്കലേക്ക് വരുന്നു. പ്രവാചകൻ അരുളി ചെയ്തത് ക്രിസ്തുനാഥൻ പൂർത്തീകരിച്ച സന്തോഷകരമായ ദിവസത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. പെരുമ്പഴ ദേവാലയം വിശുദ്ധീപിതാവിൻ്റെ നാമത്തിലുള്ളത് എത്രയോ ചരിത്രങ്ങളുടെ ഓർമ്മകൾ തീർന്ന പുണ്യ ദേവാലയം വിശുദ്ധീപിതാവിൻ്റെ വർഷത്തിൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച ഈ ദേവാലയത്തിലേക്കാണ് കുരുത്തോലുകളുമായി ഓശാന ഗീതികളുമായി നമ്മൾ യേശുനാഥൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ച അതേ ഓർമ്മകളെ ഓർത്തെടുത്തത്. അവൻ ബലിയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ നമുക്കൊരു ജീവിതത്തിൻ്റെ നന്മകളിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കാനായിട്ടുള്ള നിയോഗമാണ് പരിശുദ്ധമായ ഈ ദിവസം തരുന്നത്. വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്തിറങ്ങവൻ സമാധാനത്തിൻ്റെ രാജാവാണ്, പ്രത്യാശയുടെ കാരണമാണ്. യുദ്ധം ചെയ്യുന്നവൻ കുതിരപ്പുറത്താണ് വരുന്നത്. യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് എഴുന്നള്ളിയെങ്കിൽ അതിൻ്റെ കാരണം
ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ രാജാവായി അവൻ മാറുന്നു എന്നതിന്റെ സൂചനയാണ്. ഓശാന എന്ന പദത്തിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ്. അങ്ങനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇസ്രായേലിന് കാരണങ്ങളുണ്ട്. നൂറ്റാണ്ടുകളുടെ അടിമത്തം, അതിലേറെ യുദ്ധങ്ങൾ, അതിന്റെ മുഴുവൻ ദുരന്തങ്ങൾ, എന്നും കടനീരിന്റെയും വിലാപത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ളതായിരുന്നു ഇസ്രായേൽ ജനതയുടെ ചരിത്രം. 40 വർഷം മണലാരണ്യത്തിൽ ചുറ്റിത്തിരിഞ്ഞവരാണ്. വഴി തേടി കാനാൻ ദേശം തേടിയുള്ള പുറപ്പാടിന്റെ മുഴുവൻ കണ്ണുനീരും വേദനയും അറിഞ്ഞ ഒരു ജനതയാണ്. അങ്ങനെ അടിമത്തങ്ങളുടെയും ദുരന്തങ്ങളുടെയും കൂടപ്പിറപ്പുകളായ ജനതയാണ് രക്ഷകനെ കാത്തിരുന്നത്. എന്നേക്കുമുള്ള രക്ഷകനെ, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കാൻ പ്രാപ്തനായി എത്തുമെന്ന് അവർ എന്നും പ്രത്യാശയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന്റെ പൂർണ്ണതയിലാണ് അവർ സൈന്യശിലകൾ കൈകളിലേന്തിയിട്ട് രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ രക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് നോക്കണം. ഒത്തിരിയേറെ ദുരിതങ്ങളിൽ നിന്നും തങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും എന്നേക്കുമായി ശാശ്വതമായ വിമോചകനെയാണ് അവർ ആഗ്രഹിച്ച് കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും. പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ ഓർമ്മയാചരിക്കുമ്പോൾ അവനെങ്ങനെ രാജാവും രക്ഷകനുമായി എന്ന് ധ്യാനിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. എഴുതുന്ന ലേഖനത്തിൽ ഇങ്ങനെ പറയും: ശത്രുക്കളെയെല്ലാം കീഴടക്കുമ്പോഴും അവിടുന്ന് രാജാവായിരിക്കണം. കീഴടക്കാനുള്ള അവസാനത്തെ ശത്രു മരണമാണ്. കീഴടക്കാനുള്ള അവസാനത്തെ ശത്രു മരണമാണ്. മരണത്തെയും കീഴ്പ്പെടുത്തിയവരാണ് ക്രിസ്തുനാഥനെന്ന് നമുക്കറിയാം. അവന്റെ രാജകീയ പ്രതാപത്തിന്റെ അടിസ്ഥാന കാരണം ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ എല്ലാ രാജാക്കന്മാരെക്കാൾ ഉന്നതനായി ക്രിസ്തുനാഥൻ മാറുന്നതിന്റെ കാരണം അവൻ മരണത്തെ കീഴടക്കി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നുള്ള സത്യമാണ്. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതുന്നു: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കും. പാപം പൂർണ്ണ വളർച്ചയെത്തിയിട്ടാണ് മരണത്തെ ജനിപ്പിക്കുന്നത്. അങ്ങനെ ജനിപ്പിക്കുന്ന മരണത്തിന് മുകളിൽ സമ്പൂർണമായ ആധിപത്യം സ്ഥാപിക്കാൻ കരുത്തുള്ളവരാണ് എന്നും രാജകീയ പ്രതാപത്തിൽ, എന്നും ഓശാനകളാൽ എതിരേൽക്കപ്പെടുന്ന രാജകീയ പ്രതാപത്തിന്റെ ഉടമകളായി തീരുന്നത് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ പാപവും ഓരോ വിധത്തിലുള്ള മരണങ്ങളാണ്, വീഴ്ചകളാണ്. അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ജീവിതത്തെ പടുത്തുയർത്തിയവരില്ല ലോകത്തിന്റെ മുഴുവൻ രക്ഷകനും നാഥനും രാജാധിരാജനുമായി തീരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ജീവിതത്തിന്റെ നന്മകളെ എത്തിപ്പിടിക്കുന്ന ഏതൊരു ജീവിതവും രാജകീയ പ്രതാപത്തിന്റെ പ്രൗഢിയിലേക്ക് ഉയരും. നമ്മുടെ സങ്കല്പത്തിലെ രാജ്യത്വങ്ങൾക്കെല്ലാം ആഡംബരങ്ങളുടെ, പ്രൗഢികളുടെ, പ്രതാപത്തിന്റെ അകമ്പടികളാണുള്ളത്. അവന്റെ രാജകീയ പ്രതാപം നന്മയുടെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ നിതാന്തമായ സാന്നിധ്യമായിരുന്നുവെന്ന് ഓർക്കണം. കടന്നുപോയ ഇടങ്ങളിലും ചെന്നെത്തിയ സ്ഥലങ്ങളിലും അവന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്നു. ഞങ്ങളുടെ ഇടം വിട്ട് നീ പോകരുതെന്ന് അവനോട് അപേക്ഷിച്ചിരുന്നു. അവനങ്ങനെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ സാന്നിധ്യമായിരുന്നു എവിടെയും, എല്ലാവരും. അങ്ങനെയാണ് അവൻ എല്ലാവരുടെയും നാഥനും രക്ഷകനുമാകുന്നത്. സമൂഹം ഉപേക്ഷിച്ചവരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും അവന്റെ മക്കളെത്തിയിട്ടാണ് സൗഖ്യവും ആശ്വാസവും പ്രാർത്ഥിച്ചത്. കുഷ്ഠരോഗി മനന്തൊണ്ട് അവനോട് പ്രാർത്ഥിച്ചത്: നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയുമെന്നാണ്. നന്മയുടെ ഒരിക്കലും അവസാനിക്കാത്ത സാന്നിധ്യമായതുകൊണ്ട്, ചൈതന്യമായതുകൊണ്ട് അവനെല്ലാവർക്കും രാജകീയ പ്രതാപത്തിന്റെ കാരണം കൂടിയായി എന്നതാണ് സത്യം. നമുക്ക് മുമ്പിലും
അങ്ങനെ പ്രതാപമുള്ള ഒരുപക്ഷെ നമ്മളുടെ എല്ലാത്തരം ചിന്തകളെയും അതിലേക്കുന്ന അത്രയും നന്മയുടെ സാന്നിധ്യങ്ങളായ ജീവിതങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോളേജിൽ പഠിച്ചുപോയ മരിയ എന്ന പേരായ വിദ്യാർത്ഥിനിയുടെ ജീവിതമാണ്. അകാലത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട അവർ ട്യൂഷൻ എടുത്താണ് പഠിക്കാനായിട്ടുള്ള വക കണ്ടെത്തിയിരുന്നത്. നന്നായി പഠിച്ചിരുന്ന കുട്ടി വളരെ പ്രശസ്തമായ നിലയിൽ MA കരസ്ഥമാക്കിയിട്ടാണ് അവൾ കോളേജ് ജീവിതത്തോട് വിട പറഞ്ഞത്. അമ്മയുടെ പെൻഷൻ മാത്രമാണ് ആ കുടുംബത്തിന്റെ ഏക വരുമാനം. അങ്ങനെയുള്ള അവളെ പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ടാണ് അമ്മ ശ്രദ്ധിച്ചത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ പ്രിയപ്പെട്ട വരനെ സ്വന്തമായി സ്വീകരിച്ചത്. 6 മാസങ്ങൾ കുടുംബജീവിതത്തിൽ പിന്നിടുമ്പോൾ അവൾ അമ്മയാകാനായിട്ടുള്ള നിയോഗവും ഏറ്റെടുത്തു. ഗർഭധാരണത്തിന്റെ ആദ്യത്തെ 3 മാസം പിന്നിടുമ്പോൾ അവളെ തേടിയെത്തിയത് ജീവിതത്തിലെ ഏറ്റവും ദുരന്തമായ അങ്ങേയറ്റം ദുഃഖപൂർണമായ വാർത്തയാണ്. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അന്നനാളവും മലദ്വാരവും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് അവൾക്ക് ദൈവം കൊടുത്തത്. ഭർത്താവും വീട്ടുകാരും അവൾക്ക് എതിരായി. കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന്, ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലണമെന്നാണ് അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്തൃഗൃഹം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് അമ്മയാകാനുള്ള ദൈവം തനിക്ക് തന്ന കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായിട്ട് മടങ്ങിയെത്തുകയാണ് ചെയ്തത്. പിന്നീട് അവരുടെ വഴികൾ കണ്ണുനീരിന്റേതും കഷ്ടപ്പാടിന്റേതും മാത്രമായിരുന്നു. അന്നനാളവും മലദ്വാരവും ഇല്ലാത്ത കുഞ്ഞിന് അവൾ ജന്മം നൽകി. ആ കുഞ്ഞിനെ സംരക്ഷിച്ചെടുക്കാനായിട്ടുള്ള എത്രയോ തരം ദുരിതങ്ങളുടെ അലച്ചിലുകളുടെ കഷ്ടപ്പാടിന്റെ കഥകളാണ് പിന്നീട് അവളെ തേടിയിരിക്കുന്നത്. ഡോക്ടേഴ്സ് സർജറികൾ ഓരോന്നോരോന്നായി നിർദ്ദേശിച്ചു. 1-2 ലക്ഷം രൂപ മുടക്ക് വരുന്ന സർജറികളാണ്. ഓരോ സർജറിയും കഴിഞ്ഞ് കുഞ്ഞിന് ജീവൻ കിട്ടാനായിട്ട്, തിരിച്ചു കിട്ടാനായിട്ട് അവൾ എത്രയേറെ കഷ്ടപ്പാടുകൾ ആണ് അനുഭവിക്കേണ്ടി വന്നത്. കുഞ്ഞ് സ്വന്തമായിട്ട് ഉറങ്ങണം. നേരത്തെ ശബ്ദം കേട്ടാൽ പോലും ആ കുഞ്ഞ് ഉണരും. അങ്ങനെ ഉണർന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യം വീണ്ടും ക്ഷയിക്കും. അവന് വേണ്ടുന്നത്ര തൂക്കം കിട്ടുകയില്ല. മൊബൈലിന്റെ റിങ്ങുകൾ പോലും അവൾ നിശബ്ദമാക്കി വെക്കാനായിട്ട് നിർബന്ധിക്കുകയായി. അങ്ങനെ നിതാന്തമായ ജാഗ്രതയോടെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെയാണ് തനിക്ക് ദൈവം നൽകിയ വലിയൊരു കഷ്ടപ്പാടിനെ, ദൈവം സമാനമായി നൽകിയ മകനെ അവൾ സ്വീകരിച്ചതും വളർത്തിയതും. ഏതാണ്ട് 10 ലക്ഷത്തിലേറെ രൂപയാണ് അവൾക്ക് സമാഹരിക്കേണ്ടി വന്നത്. പലരുടെയും പക്കൽ കൈകൾ നീട്ടിയിട്ട്, പലരുടെ പക്കലും യാചിച്ചിട്ടാണ് അവൾ തന്റെ കുഞ്ഞിന് ഒരു ജീവിതം നിയോഗിച്ചെടുത്തത്. ആ കുഞ്ഞിന് വേണ്ടി ജീവൻ കണ്ടെത്തിയത്. ഇന്ന് കുട്ടിക്ക് 10 വയസ്സോളം പ്രായമുണ്ട്. മിടുക്കനായ കുട്ടിയായി. സാധാരണ കുട്ടികളുടെ വളർച്ചയില്ലെങ്കിലും സാധാരണ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള അമ്മ ജീവിതങ്ങളിൽ ഏറ്റവും മഹത്തരമെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പ്രിയപ്പെട്ട മരിയ എന്ന് പറയുന്ന കുട്ടിയുടേത്. എത്രയോ ദിവസങ്ങളാണ് ഉറക്കമളച്ച് അവൾ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത്. എത്രയോ തരം അവഹേളനങ്ങളുമാണ് അവൾ കേട്ടടിക്കേണ്ടി വന്നത്. എത്ര തരം പ്രാർത്ഥനകളും യാചനകളുമാണ് അവൾക്ക് ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കേണ്ടി വന്നത്. എന്നിട്ടും അവൾ പറഞ്ഞത്, ഞാനൊരു അമ്മയാകാൻ വിളിക്കപ്പെട്ടു. ദൈവം എനിക്ക് വേണ്ടി തന്നത് ഇത്ര കണ്ണുനീരിന്റെയും കഷ്ടപ്പാടിന്റെയും വഴികളാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സന്നദ്ധയാണെന്നാണ്. ഒരുപക്ഷെ തന്റെ കുടുംബജീവിതത്തെ, തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളെയും അവൾക്ക് ഉപേക്ഷിക്കാനായിട്ട് കരുത്ത് കിട്ടിയതും ഒരമ്മ ജീവിതത്തിന്റെ ബോധ്യവും അതിന്റെ ചങ്കുറപ്പും അവളെ നയിച്ചതെന്നാണ്. എല്ലാത്തരം പ്രതാപങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്ന രാജകീയ പ്രതിയോടെ ഈ ജീവിതം നമുക്ക് മുമ്പിൽ
മാതൃകയായി നിൽപ്പുണ്ട്. അങ്ങനെ എത്രയോ മഹത്തരങ്ങളായ ജീവിത മാതൃകകളാണ് ലോകത്തിന്റെ എല്ലാ പ്രതാപങ്ങളെയും എല്ലാത്തരം പദവികളെയും എല്ലാ സ്ഥാനമാനങ്ങളെയും വെല്ലുവിളിച്ച് നമുക്ക് മുമ്പിൽ സൂര്യ തേജസ്സോടെ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളുടെ അവകാശികളായി തീരാൻ കഴിയുന്നത് ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദേവാലയത്തിൽ പ്രവേശിച്ച് അവൻ ആദ്യം ചെയ്തത് ദേവാലയ വിശുദ്ധീകരണമാണ്. അവിടെയുള്ള കച്ചവടക്കാരെയും എല്ലാത്തരം വ്യവഹാരക്കാരെയും ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയാണ് അവൻ ചെയ്തത്. എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തുവെന്ന് അവൻ വചനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് പ്രാർത്ഥനയുടെ ആലയമായി ദേവാലയത്തെ ശുദ്ധീകരിച്ചിരുന്നത്. ഒരുപക്ഷെ നമുക്കും അങ്ങനെ ശുദ്ധീകരണം ആവശ്യമുണ്ട്. തീർത്ഥാടന കേന്ദ്രമായ പെരിങ്ങര സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് ഓശാന ഗീതികളാൽ പ്രവേശിച്ചവരാണ് നമ്മൾ. അവൻ ചെയ്തതുപോലെ നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ഹൃദയമാകുന്ന ജീവിതങ്ങളും ശുദ്ധീകരിച്ചെടുക്കാൻ, അവിടെ സമ്പൂർണമായ നവീകരണത്തിന്റെ സാധ്യതകളെ എത്തിപ്പിടിക്കാനായിട്ട് കഴിയണം. നമുക്ക് മുമ്പിൽ വലിയയുടെ അമ്മ ജീവിതമുണ്ട്. കണ്ണുനീരിന്റെയും കഷ്ടപ്പാടിന്റെയും ദുരന്തങ്ങളുടെയും മാത്രം വഴിയെ സഞ്ചരിച്ച ജീവിതം. അങ്ങനെയുള്ള ജീവിതങ്ങളിലെല്ലാം ദൈവത്തിന്റെ നന്മ ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്കിടയാവണം. അങ്ങനെയാകുമ്പോൾ ക്രിസ്തുനാഥന്റെ സാന്നിധ്യം പോലെ, അവന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെയും സമൂഹത്തിലെയും സാന്നിധ്യങ്ങൾ അനുഗ്രഹപ്രദങ്ങളായി തീരും. യേശുനാഥൻ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനം ഉദ്ധരിച്ചിട്ടാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധുക്കൾക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നുവെന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതവുമായി ഇടപെടുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷത്തിന്റെ നിലനിൽക്കുന്ന സാന്നിധ്യങ്ങളായി നമ്മൾ മാറണം. തിമോഥെയോസിന് എഴുതുന്ന 1-2 ലേഖനത്തിലെ 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കണം. ആത്മാവിന്റെ നിറവോടെ നമ്മുടെ പ്രിയപ്പെട്ടവരായ ജീവിതങ്ങളെ എല്ലാം സമീപിക്കാൻ നമുക്കിടയായാൽ അവരുടെ എല്ലാം ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രത്യാശയുടെ കാരണങ്ങളായി തീരാൻ കഴിയുമെന്ന് ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമുക്ക് പ്രചോദനമാകുന്നുണ്ട്. ടാഗോർ തന്റെ ഗീതാഞ്ജലിയിലെ 36-ാമത്തെ കവിതയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: സുഖത്തെ കാഠിന്യമുള്ളതാക്കി കരുത് സന്തോഷത്തോടെ അനുഭവിക്കുന്നതിന്, ദുഃഖത്തെ നിസ്സാരമായി കരുതി സ്നേഹത്തോടെ സഹിക്കുന്നതിനുമുള്ള കരുത്ത് എനിക്ക് നൽകിയാലും, ഭക്തിയെ കർമാനുഷ്ഠാനങ്ങളിലൂടെ സഫലമാക്കി തീർക്കാനുള്ള ശക്തി എനിക്ക് തരണമേ. പാവപ്പെട്ടവരെ നിസ്സാരരായി കരുതാതിരിക്കാനും സമ്പന്നരുടെ കാഴ്ചവെട്ടിൽ വീഴാതിരിക്കാനുമുള്ള ധൈര്യം എനിക്ക് നൽകിയാലും. ഈ ദിവസത്തിന്റെ അനുഗ്രഹീത പ്രാർത്ഥനയായിട്ട് നമുക്ക് ഹൃദയത്തിലേക്ക് വാങ്ങണം. സുഖത്തെ അതിന്റെ സന്തോഷങ്ങളിലും സൗകര്യങ്ങളിലും നമ്മൾ ആസ്വദിക്കുമ്പോഴും അത് ദൈവത്തിന്റെ നന്മയായി കരുതി അനുഭവിക്കാനുള്ള കൃപ തരണം. ദുഃഖത്തെ നിസ്സാരമായി കരുതിയിട്ട് ഈ ലോകത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കടന്നു പോകുന്നതാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിത വിശുദ്ധീകരണത്തിനുള്ള കാരണമായതിനെ കരുതി സന്തോഷത്തോടെ സഹിക്കുന്നതിനുള്ള കരുത്ത് എനിക്ക് തരണം. ഭക്തിയെ, നമ്മുടെ പ്രാർത്ഥനകളെ, ബലിയർപ്പണങ്ങളെ, കൂടാശ സ്വീകരണങ്ങളെ എല്ലാം കർമാനുഷ്ഠാനങ്ങളായി പ്രവൃത്തികളാക്കി പകർത്തണം. അങ്ങനെ ഇതിനെ സഫലമാക്കാനുള്ള ശക്തിയും കൃപയും തന്ന് അനുഗ്രഹിക്കണം. വീണ്ടും പാവപ്പെട്ടവരെ,
ഒരുപക്ഷെ ദൈവം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അവരെയായിരിക്കുമെന്നുള്ള തിരിച്ചറിവോടെ നിസ്സാരരായി കരുതരുത്. അവരെ നിസ്സാരരായി കരുതാതിരിക്കാനും സമ്പന്നരുടെ കാൽച്ചുവട്ടിൽ വീഴാതിരിക്കാനായിട്ടുള്ള ധൈര്യം എനിക്ക് നൽകണം. ആഡംബരങ്ങളുടെയും പ്രൗഢികളുടെയും പ്രതാപങ്ങളുടെയും പിറകെ പോകാതിരിക്കാനായിട്ടും ചില ആദർശങ്ങളും ബോധ്യങ്ങളും നമുക്കുണ്ടാവണം. ഒരുപക്ഷെ മനക്കരുത്തുള്ള ആദർശശുദ്ധിയുള്ള ജീവിതങ്ങൾ രൂപപ്പെടുന്നിടത്തെല്ലാം ദൈവത്തിന്റെ രാജകീയ പൗരോഹിത്യവും രാജകീയ പ്രതാപവും അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. പത്രോസ് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനപദവുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത വംശവും ദൈവത്തിന്റെ സ്വന്തം ജനപദവുമാണ്. ക്രിസ്തുനാഥന്റെ രാജകീയ പ്രതാപത്തിന്റെ അവകാശികളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവന്റെ രാജകീയ പ്രതാപത്തിന്റെ അവകാശിയാവാനായിട്ട് അവന്റെ നന്മയുടെ കാരണക്കാരാവണം. ടാഗോർ പ്രാർത്ഥിക്കുന്നത് പോലെ സുഖത്തിലും ദുഃഖത്തിലും ആത്മസംയമനം പുലർത്തുന്നവരാവുക. സങ്കടങ്ങളിൽ നിരാശപ്പെടാതിരിക്കാൻ, സന്തോഷങ്ങളിൽ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവും കൃപയും നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ സംശുദ്ധിയുള്ള വ്യക്തിത്വങ്ങൾ, ആദർശങ്ങളുള്ള ജീവിതങ്ങൾ പെരിങ്ങഴ തീർത്ഥാടന കേന്ദ്രമായി പെരിങ്ങഴ ഇടവകയിൽ നിന്ന് രൂപപ്പെടണം. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരും യുവജനങ്ങളും കൊച്ചുമക്കളും ഉണ്ടാകുന്ന കുടുംബവും ഇടവകയും ക്രിസ്തുനാഥന്റെ രാജകീയ പ്രതാപത്തിന്റെ അവകാശികളായി നിലനിൽക്കും. നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത് അവന്റെ നന്മയുടെ ഈ പ്രതാപത്തിന്റെ പാരമ്പര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും രക്ഷിക്കാനായിട്ട് ജീവിതത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന്, നമ്മളെ ക്ഷണിക്കുന്ന ആസക്തികളിൽ നിന്ന്, ഒരുപക്ഷെ നമ്മളെ നയിക്കുന്ന ദുരാഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം പ്രാർത്ഥിക്കാം. അങ്ങനെ ശക്തിയിൽ കരുത്തുമുള്ളവരായി ക്രിസ്തുനാഥന്റെ ആത്മാവിന്റെ നിറവോടെ ജീവിതത്തെ സമീപിക്കാനുള്ള അനുഗ്രഹം നമുക്ക് അപേക്ഷിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പോലെ നോമ്പുകാല പിരിവ് നമ്മുടെ ദേവാലയ ശുശ്രൂഷയായ ഈശ്വരന്റെ ഭവന നിർമ്മാണ ഫണ്ടിലേക്കുള്ള തുകയായിട്ടാണ് അതിന് കണക്കാക്കുക. പ്രധാനമായ സഹായം അതിൽ സഹകരണം ഉണ്ടാകുമെന്ന് ദൈവം ഓർപ്പിക്കുന്നു. ഭൂമിയുടെ
മാർമികയെയും മയോസേപ്പിനെയും സദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ശരിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു. മതെല്ലാവരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ സർവശക്തപിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന്
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാൻ സഹവാസവുമീ നമ്മോടുണ്ടാകട്ടെ.
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എല്ലാവരും നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ വസ്ത്രമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ജനിച്ചത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവിടെ ബലഹീനമായ ദാസരും അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവരുടെ വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കി പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിയും പ്രകാശം നൽകിയ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കും. എപ്പോഴും എന്നേക്കും. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനശാലനും സാർവത്രിക സഭയുടെ ഏറവനും പരാധികാരിയുമായ റോമൻ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ രണ്ടാവുമായ രാജകുമാരജാതിക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രതിഷ്ഠാവുമായ മാനവന് വേണ്ടിയും സ്തോത്രിക സഭയുടെ വേണ്ടിയും പുരോഗമനമായ വിശുദ്ധപുരാതനങ്ങൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ബാധ്യത സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വധകരുടെയും ബഹുമാനത്തിന് ഗണിതത്തിൽ സഭയിലെ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാനയും സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ രോഗിയുടെ നാമത്തിൽ വേർതിരിഞ്ഞപ്പോൾ എല്ലാ വിശ്വാസികൾക്കും അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രത്യേകമായി ഈ ഇടവഴിക്കും കുടുംബങ്ങൾക്കും ഈ പ്രദേശത്തിനും വേണ്ടി ഈ കുർബാനയും സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധവുമായ ബലിപീഠത്തിൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ അവയുടെ സ്ത്രീകളുടെ നീതിമന്മാർ വിശുദ്ധന്മാരുടെ ഈ പാപനസ്മരണം അങ്ങയുടെ സമർപ്പണമേ. ജീവിതകാലം അങ്ങയുടെ ശാന്തിയെ സ്വാത്മാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥമായ ദൈവമേ, പരിപാലിച്ചിരിക്കുക. ഞങ്ങളെ സ്വന്തം ഉപവാസമില്ലാതെയും രണ്ടാമയുമായ ശിഖാവതാരമായ സുവിശേഷങ്ങളിൽ പ്രവാചകന്മാർ, സഹന്മാർ, സാക്ഷികൾ, മഹന്മാർ, വേദപാരന്മാർ, ബ്രാഹ്മണന്മാർ, സുശീലന്മാർ, സമോപദേശായുടെ സജീവവും ജീവദായകമായ മുദ്രതരം വിശുദ്ധ ശ്രീയുടെ സ്ഥാനമായ എല്ലാവർക്കും ആവശ്യമായി മഹനീയവും ഭയങ്കരവും പരിശുദ്ധവും ചെറുതായ ദൈവകുമാരിക സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവായ ദൈവമേ, നിങ്ങൾ വിശുദ്ധരായ അതിനുപുറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് ആശീർവദിക്കുകയും ചെയ്യുന്നു. ഇതാ ഞങ്ങളുടെ
വിശേഷമായ പ്രാർത്ഥന നിൽക്കുന്ന വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ
വിശുദ്ധ കുർബാന സ്വീകരണത്തിന് നിലയിലായവരുടെ ഭാഗത്തേക്ക് ഒന്ന് കുർബാന സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവർക്ക്, പള്ളിയാതെ നിൽക്കുന്നവർക്ക് നൽകിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നിൽക്കണമെന്ന് കുർബാന സ്വീകരിക്കാവുന്നതാണ്. നമ്മെ ജീവിതത്തിലുള്ള വിശ്വസിയാനുള്ള സാധനങ്ങളിലേക്ക് യോഗ്യതയില്ല
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞായറാഴ്ചയായ ദിവസം വരികയും തിരുക്കർമ്മങ്ങളിൽ നമ്മെ സഹായിക്കുകയും വളരെ മനോഹരമായ നാളിൽ സ്നേഹിച്ച് നമുക്ക് നൽകുകയും ചെയ്ത ഫ്രാൻസിസ് ബറോത്തസിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. രണ്ടാമത്തെ കുർബാന 10 മണിക്ക് ആയിരിക്കും. വിശുദ്ധവാരത്തിലേക്ക് ഇതാ നമ്മൾ പ്രവേശിച്ചു. വിശുദ്ധിയോടെ ഈ ദിവസങ്ങളിൽ ചിലവഴിക്കാനായിട്ട് കഴിവുള്ളത്തോളം പരിശ്രമിക്കണം. അനാവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആണ് തിരുക്കമ്മകൾ നമ്മൾ ഒരുക്കുന്നത്. അവിടെ കഴിവുള്ളത്തോളം ഈ തിരുക്കങ്ങളിൽ എല്ലാം പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് കാര്യം ഓർമ്മിക്കുകയാണ്. നാളെ തിങ്കളാഴ്ച കുട്ടികളുടെ ഉപസ്ഥാന ദിവസമാണ്. കുട്ടികളെല്ലാവരും നാളെ രാവിലെയും വൈകുന്നേരവുമായി ഉപസാരിക്കാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാരെ പറഞ്ഞയക്കണം. ചൊവ്വ ബുധൻ ദിവസങ്ങളിലേക്ക് കുട്ടികൾ മാറ്റിവെക്കുന്നത് ബുദ്ധിമുട്ടാകും. നാളെ രാവിലെ 6:15 കുർബാന, അതിന് മുമ്പും അതിനുശേഷവും 8 മണി വരെ 8:30 വരെ കുട്ടികൾക്ക് ഉപസ്ഥാനം ഉണ്ടാകും. വൈകുന്നേരം 5 മുതൽ 6:30 വരെ കുട്ടികൾക്ക് ഉപസാരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ചൊവ്വാഴ്ച രാവിലെ 6:15 കുർബാന. ബുധനോടെ ഉപസാര ദിവസമാണ്. പുറമേ അച്ഛൻ രാവിലെ ഉണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ മാത്രമേ പുറമേ നിന്ന് ഉപസാരം കേൾക്കാനായിട്ട് അച്ഛൻ ഉണ്ടാവുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കും. പ്രായമായ വൈദികരിലൊന്നും ഉപസാരത്തിന് ഈ അവസരത്തിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ 6 മണിയോടുകൂടി അച്ഛനെത്തും. 9 മണി വരെ 9:30 വരെ അച്ഛൻ ഉപസാരം കേൾക്കാനായിട്ട് ഇവിടെ ഉണ്ടാകും. എഴുത്തോളം ആളുകൾ ആ സമയത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. ബുധനാഴ്ചയും രാവിലെ 6:15 കുർബാന. കുർബാനയ്ക്ക് ശേഷം ഉപസ്ഥാനം 10:30 വരെ ഉപസ്ഥാനിക്കാനുള്ള സൗകര്യം. 10:30 മുതൽ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധപിതാവിന്റെ ദിവസമാണ് ബുധനാഴ്ച. വെള്ളിയാഴ്ചയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ലരേനും കുർബാനയും നൊവേനയും 10:00 ആരംഭിച്ച് 12 മണിയോടുകൂടി തീർത്തക്കാല ഇരിക്കും. വ്യാഴാഴ്ച രാവിലെ തന്നെയായിരിക്കും തിരുക്രമങ്ങൾ. 6:30 കാലങ്ങളിൽ ശുശ്രൂഷ അതുമായിട്ട് ബന്ധപ്പെട്ട തിരുക്രമങ്ങൾ ആരംഭിക്കും. അതോടെ വിശുദ്ധ ബലി രാവിലെ ആരാധന ഉണ്ടായിരിക്കും. വൈകുന്നേരം 2 മണിക്കൂർ സമയം ആരാധനയ്ക്ക് വേണ്ടി നമ്മളൊന്ന് ചിലവഴിക്കും. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതുമായ ദിവസമാണ്. അത് മുഴുവൻ സമയ ദേവാലയങ്ങളിൽ വിശുദ്ധയുടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കാൻ കടപ്പെട്ടവരാണ്. പക്ഷേ പല കാര്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ സമയം, ആ 2 മണിക്കൂർ സമയം കൊടുത്തവർ എല്ലാവരും ദേവാലയത്തിൽ വന്ന് ഈ ആരാധനയിൽ പങ്കുചേരാനായിട്ട് ശ്രദ്ധിക്കുകയും 4 മണി മുതൽ 6 മണി വരെയാണ് ആരാധന സമീപിച്ചിരിക്കുന്നത്. അതിനുശേഷം അപ്പം മുറിക്കുന്ന ശുശ്രൂഷയുണ്ട്. അതിനുള്ള അപ്പം വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന രീതി സ്വീകരിക്കും. വെള്ളിയാഴ്ച 6:00 തിരുക്രമം ആരംഭിക്കുന്നു. വായന, കുർബാന സ്വീകരണം. അതിനുശേഷം കുരിശിന്റെ വഴി പള്ളികൾക്ക് തന്നെ ആയിരിക്കും. കൊറോണ ആയതുകൊണ്ട് പുറത്ത് പോകാനായിട്ട് പാടില്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ശനിയാഴ്ചയും 6:00 തന്നെയാണ് തിരുക്രമം ആരംഭിക്കുന്നത്. 13 വെച്ചിരിക്കും വിശുദ്ധ കുർബാനയും. ഈസ്റ്റർ ദിവസം രാവിലെ വെളുപ്പിന് 3 മണിക്ക് തന്നെയായിരിക്കും ഉയർപ്പിന്റെ തിരുക്രമങ്ങൾ. രണ്ടാമത്തെ കുർബാന 7 മണിക്കും ആയിരിക്കും.
ഓല കിട്ടാൻ താമസിച്ചു വന്നവർ കിട്ടാത്തവർക്കും കൂടുതൽ ഓലകൾ ആവശ്യപ്പെട്ടവർ അവിടെ ഓല വെച്ചപ്പെട്ട് ആവശ്യം പോലെ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. നമുക്ക് എഴുന്നേൽക്കാം. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉത്ഥാനവും വിസ്മരിക്കുന്ന ഈ പരിഹാരബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണ വഴികളെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഓശാനങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന്റെ പണിയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സഹായത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അവരെ ആരോഗ്യം മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിന്റെ എന്നേക്കും. നൽകിയ താതനു വന്ദനം സ്തുതിയുമണിക്കാം സാമോദം എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാം. ഓശാനകളാൽ വാഴ്ത്തിടുവാ ഇടയാകണമേ ക്രൂഹായേ. പീഡ സഹിക്കാൻ കുരിശേര ഓസ്ലേം പോകിയ തിരുനാഥൻ ത്യാഗമോടെന്നും ജീവിക്കാം നിത്യമനുഗ്രഹമരുളട്ടെ. മന്നിതിൽ നിങ്ങൾ സ്തുതി പാടി പിന്നിലും അവനെ വാഴ്ത്തിടുവാൻ ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തെ ബലിപീഠമേ സ്വസ്തി. അനുഗ്രഹസ്മരണാധികമായ ദൈവമേ, ഭൂമിയിൽ നിലനിൽക്കുവാനും പാലകരമായ അവ നിയമിച്ചാക്കിയ തീരുമാനമായ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മധ്യസ്ഥനായി ശേഷിപിതാവിനെ സഭ പ്രഖ്യാപിച്ചതിനെ നോക്കിയ പരാമർശിച്ചതിന്റെ ഓർമ്മയിൽ വിശുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടതിനെ ഞങ്ങൾ നിന്ന് പറയുന്നു. പിതാവിന്റെയും അപസ്തോലിക പ്രബോധനത്തിലൂടെ സ്നേഹത്തിന്റെ മനുഷ്യരുടെയും അധ്വാനത്തിന്റെയും ധീരതയുടെയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്ത വലിയ മാതൃകയായ പിതാവിനെ ഞങ്ങൾക്ക് നൽകുന്നുള്ളൂ. രക്ഷാകര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സാന്നിധ്യമാണ് വിശേഷ പിതാവ്. ദൈവത്തിനായ ഈശ്വരൻ മറിയത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവൻ, മറിയത്തിനെ വ്യവസ്ഥകളില്ലാതെ സ്വീകരിച്ചതിലൂടെ സ്ത്രീത്വത്തെ മാനിച്ച് ആദരിച്ചവൻ, സംശയ സാഹചര്യങ്ങളിലൊന്നും വിശദീകരിക്കാതെ എല്ലാം സ്വീകരിച്ചവൻ, അതായത് ഓരോ ആത്മീയ യാത്രയുടെ വിധത്തിൽ ഏതൊരു പോലും വരുന്ന പ്രദേശങ്ങളിൽ സഞ്ചരപ്പെടുന്ന രാഷ്ട്രമാകാതെ ദൈവോദരിയോട് ചേർന്ന് ദൈവമായി മുന്നേറി പ്രദേശത്തിലെ സഭകളാക്കി മാറ്റി സ്വന്തം നാട്ടിൽ നിന്ന് നിൽക്കുന്നതിനെ സംരക്ഷിക്കാനായി പലായനം ചെയ്തവൻ, സാമ്പത്തിക സുരക്ഷിതത്വത്തിനും മറ്റു കാരണങ്ങളായ നാടുകളിലേക്ക് പലായനം ചെയ്യുന്നതിലെ മനുഷ്യന്റെ ജീവിത മാതൃകയോടെ മധ്യസ്ഥനുമാണല്ലോ. ദാരിദ്ര്യ സഹനാഥത്വം എന്നീ അവസരങ്ങളോട് നടന്നു പോകുന്നവരുടെ ആശ്രയം തൊഴിലുകളുടെയും തൊഴിലുകളുടെയും സുരക്ഷിതം യേശുവിനാഥന്റെ വഴികളിൽ നടത്തിയവൻ മക്കളുടെ സ്വാതന്ത്ര്യം അനുസ്വാദരിച്ചതുമേയുടെ വഴികളിൽ പാദമോദരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കളുടെ ഉത്തമ മാതൃക എന്ന ബോധമുള്ള സുന്ദരമായ പിതാവേ, ഞങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഭാഗമല്ല യേശുവിനോട് പറയുന്നതിനോട് എല്ലാം ചെയ്തിരുവാനും അങ്ങേക്ക് കഴിയും.
അങ്ങയുടെ ശക്തികൊണ്ട് അവരുടെ നന്മകളെപ്പോഴും കാണിക്കണമേ. ദൈവത്തിന്റെ ഏകജാതനെയും അന്യമയായ കനികാമറിയത്തെയും വിശ്വസിച്ച് കൽപ്പിച്ച അങ്ങയിൽ എന്നെ പ്രത്യാശിക്കുന്നു. അനുഗ്രഹമായ ഞങ്ങൾ അങ്ങയുടെ ബദലുമായി സ്നേഹിക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമങ്ങളും കരുണയും ശക്തിയും നൽകി എല്ലാ നന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മധ്യസ്ഥനായ പിതാവേ, പിതാവേ, ആദ്യ കുർബാന സ്വീകരണത്തിന്റെ 3-ാമത്തെ ബാച്ച് ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയാണ് അയച്ചുകൊണ്ടതാണ്. അവിടെ ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഈ പ്രമേയവാൻ സംഘം